കാളിപുത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്റെ നമ്പർ ചോദിക്കുന്നു. നമ്മുടെ വീഡിയോയില് ഒരുപാട് പേരുകൾ നമ്പറുകൾ ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്പർ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോ നമ്പർ തരുന്നതിന്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം. ആവശ്യമായിട്ട് ഇപ്പം ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ ഉപാസന ഉള്ള ആളാണ്, എനിക്ക് അങ്ങനെ കഴിവുകളുണ്ട്. അത് ഇപ്പം എന്നോട് പറഞ്ഞിട്ടോ ഞാൻ അറിഞ്ഞിട്ടോ കാര്യമില്ലാത്തൊരു കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രൂപത്തിലും ഭാവത്തിലുമാണ് ഉപാസനയും കാര്യസാരിയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ രീതി അത് വ്യത്യസ്തമാണ് മറ്റുള്ളവർക്ക് വെച്ചിട്ട്. അപ്പൊ എന്റെ രീതിയിൽ ഉപാസനയും കാര്യങ്ങളുമായിട്ട് പോകുന്ന ആളുകളെ ഞാൻ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എന്റെ കർമ്മങ്ങളും ആ ഒരു രീതിയിലാണ്. കാരണം ഇത് ആദ്യമേ പഠിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. ഒരു സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ ആയി മാറുകയാണ്. അത് ആളുകൾക്ക് അറിയാം, എൻ്റെ അടുത്ത് വരുന്നവർക്കും അറിയാം. ഇപ്പോ അനാവശ്യമായിട്ടുള്ള കോളുകൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ വിളിക്കുന്ന സമയത്ത് കഴിയുന്നതും രാവിലെ ഒരു 9 മണി തൊട്ടിട്ട് 12 മണി വരെയുള്ള ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക. കാരണം ആ സമയത്തൊന്നും വിളിക്കുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കാനും അറിയാനും ഒക്കെ പറ്റുമോ. പിന്നെ ഒരു കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 10 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് വേണം. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തന്നെ ചില ആളുകളുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്, വിളിച്ചതിന്റെ മുകളിൽ വിളിച്ചു കളയും. അതായത് ഒരു കോള് കട്ടാവുന്നതിന്റെ മുന്നേ അടുത്ത കോൾ ചെയ്യുക. ആ ഒരു അവസ്ഥ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. പിന്നെ ഈ രാത്രി സമയങ്ങളിൽ കഴിയുന്നതും വിളിക്കാതിരിക്കുക. അത്യാവശ്യക്കാര് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യക്കാരൊക്കെ വിളിക്കുന്നതിന് നമുക്ക് തെറ്റില്ല. അതിപ്പം ഏത് സമയത്തും ആളുകളോട് വിളിച്ചോളാൻ പറയുന്നുണ്ട്, അവർ വിളിക്കുന്നുമുണ്ട്. അതല്ലാതെ പുതിയ ഒരാൾ രാത്രിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനോ നോക്കാനോ കഴിയില്ല. കാരണം ആ സമയത്ത് നമ്മള് അതിലേക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം ആയിരിക്കില്ല. ചിലപ്പം ഞാൻ ആ ഒരു തലത്തിലായിരിക്കില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ചിന്താഗതിയിലോ കാര്യങ്ങളിലോ ആയിരിക്കും. ചിലപ്പം എന്റെ യാത്രയോ അല്ലെങ്കിൽ ഈ കർമ്മങ്ങളുടെയോ ക്ഷീണത്തിലോ ഉറങ്ങുമോ മറ്റോ ആയിരിക്കാം. ആ സമയത്തൊക്കെ വിളിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചെയ്തു എന്നല്ല, ഇങ്ങനെ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കഴിയുന്നതും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വിളിക്കാൻ. എന്റെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുത്തത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴി കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്ന ആളുകൾക്ക് ഇപ്പം ഇത് കണ്ട് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് വരുന്നതെങ്കിൽ ബേപ്പൂർ ബസ് കയറി വായനശാല പാൽക്കമ്പനി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പത്മ ഹോളോബ്രിക് കമ്പനി ചോദിക്കും. പത്മ ഹോളോബ്രിക് കമ്പനിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അതേ ഗ്രൗണ്ടിൽ തന്നെ, ആ ഒരു തൊടിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് പ്രശ്നം നോക്കുന്നതും പറയുന്നതും എല്ലാം. നിങ്ങൾക്ക് വരുന്ന ആളുകൾ ആ രീതിയിൽ വരിക. ഞാൻ വഴി കൂടി ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കും.